അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ലെവൽ ക്രോസ് പടത്തിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ അഭിനയിച്ച അടിപൊളി പടമാണ് ലെവൽ ക്രോസ്. നിങ്ങൾ റിവ്യൂ കാണുന്ന എല്ലാവരോടും എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഇതെൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാം, എനിക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ പടത്തിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. പടം തുടങ്ങുമ്പോഴേ ജീതു ജോസഫ് പ്രസൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജീതു ജോസഫ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അല്ല. പടത്തിൻ്റെ ഡയറക്ടർ അർഫാസ് അയൂബ് ജീതു ജോസഫിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറേ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അർഫാസിൻ്റെ ഫസ്റ്റ് പടമായതുകൊണ്ട് ചിലപ്പോൾ ജീതു ജോസഫ് അത് എൻഡോർസ് ചെയ്തായിരിക്കും. പിന്നെ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അർഫാസിഷ് ഫിലിം നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അർഫാസ് കളി തുടങ്ങിയിട്ടേ ഉള്ളതെന്ന്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിലോട്ട് വരാം. ആസിഫ് അലിയുടെ മികച്ച അഭിനയമായിരുന്നു. ഹി സിംപ്ലി നെയിൽഡ് ഇറ്റ്. ആ ക്യാരക്ടറിനെ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കൺസീവ് ചെയ്തതും ആ ക്യാരക്ടറിനെ പൊർട്രേ ചെയ്തതും അടിപൊളിയായിരുന്നു. ഫാബുലസ്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ആസിഫ് അലി. അമല പോൾ ഇതേപോലുള്ള പല ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അമല പോളിന് ഇതൊരു വെറും ഈസി ആയിരുന്നു. ഷീ ഡിഡ് ഇറ്റ് വെരി വെൽ. ഇനി ഷറഫുദ്ദീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറും വളരെ പോസിറ്റീവാണ്. പടത്തിന് ഡയലോഗ് എഴുതിയത് ആദം അയൂബ്, അർഫാസ് അയൂബിൻ്റെ ഫാദറാണ്. ആൾ സീരിയലിലൊക്കെ ഉണ്ട്. പടം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ആക്ച്വലി ഇതൊരു ഹോളിവുഡ് സ്റ്റൈൽ പടമാണ്. ഇന്ത്യയിലല്ല ഷൂട്ട് ചെയ്തത്. ഞാൻ തിരക്കിയപ്പോഴത്തേക്ക് ടുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ ഒരു ലെവൽ ക്രോസിൻ്റെ കഥ ഷൂട്ട് ചെയ്യാൻ ടുണീഷ്യ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഇതേപോലുള്ള ലൊക്കേഷനും ഇതിനേക്കാട്ടിലും നല്ല ലൊക്കേഷനും കേരളത്തിൽ പോകണ്ട. പക്ഷേ രാജസ്ഥാനിലോ ഗുജറാത്തിലൊക്കെ പോകുകയാണെങ്കിൽ ഇതിനെക്കാട്ടി അടിപൊളി ടെറേനും അടിപൊളി ലൊക്കേഷനും ഉണ്ട്. പടം ഫിക്ഷനാണെന്ന് ആദ്യമേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണെന്നൊന്നും അറിയണ്ട. പടത്തിൻ്റെ സിനോപ്സിസ് ഇതാണ്. ആസിഫ് അലി ലെവൽ ക്രോസിൽ ജോലി ചെയ്യുന്നു. അതായത് ഗേറ്റ് തുറക്കുന്നു, ഗേറ്റ് അടയ്ക്കുന്നു. അമല പോൾ ട്രെയിനിൽ നിന്ന് വീഴുന്നു. അതിൽ നിന്നുണ്ടാവുന്ന സംഭവങ്ങളും പിന്നെ ഷറഫുദ്ദീനും 3 പേരുടെയും പേഴ്സണൽ കഥകൾ, ഇങ്ങനെയുള്ള പടങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള പടങ്ങളാണ്. ഫോൾ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. 2 കൂട്ടുകാരികൾ വലിയൊരു ടവറിൽ കയറുന്നത്, അതിനകത്തുണ്ടാകുന്നൊരു സംഭവം അടിപൊളി പടമാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഫോൾ എന്ന് പറഞ്ഞൊരു പടം കാണണം. അതേപോലെ തന്നെ ബറീഡ്, 127 hours, ഇതൊക്കെ ഈ ഒരു ടൈപ്പ് പടങ്ങളാണ്. ബറീഡിലാണെങ്കിൽ സിംഗിൾ ഒരു ആക്ടറാണ്. ആ ആക്ടർ ഒരു ശവപ്പെട്ടിക്കകത്ത് കിടന്നിട്ട ഒരു കഥയാണ്. ഇങ്ങനെയുള്ള കഥകളിൽ ഒത്തിരി വേറെ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഉള്ള 2-3 ക്യാരക്ടേഴ്സ് മതി എൻഗേജിങ് ആയിട്ട്. ചിലവർക്ക് ഇത് ഭയങ്കര ലാഗായിട്ട് തോന്നും, ചിലവർക്ക് ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് ഓരോരോ സെക്കൻഡും നെക്സ്റ്റ് എന്താണ് നടക്കാൻ പോകുന്നത്, നെക്സ്റ്റ് എന്തായിരിക്കും, ഇങ്ങനെയുള്ളൊരു പ്രതീക്ഷയാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദീപു ജോസഫ്, മലക്കോട്ടെ വാലിബനും ജല്ലിക്കെട്ടൊക്കെ എഡിറ്റ് ചെയ്തത് ഇതേ ദീപു ജോസഫാണ്. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ്യൂംസ്. ഇതിൻ്റെ ആർട്ട് വർക്കൊക്കെ സൂപ്പറായിട്ട് പ്രൊഡക്ഷൻ ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന അപ്പു പ്രഭാകറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെയും പുതിയ വർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഹി ഹാസ് ഡൺ ആൻ അമേസിങ് വർക്ക്. ഇങ്ങനെയുള്ള പടങ്ങളിൽ മ്യൂസിക്കിന് ഭയങ്കര ഒരു സ്ഥാനമുണ്ട്. ബിക്കോസ് ഡയലോഗ്സ് കുറവാണ്. വിശാൽ ചന്ദ്രശേഖർ നമ്മുടെ സീതാരാമം ചെയ്തതാണ്. സീതാരാമം മാത്രമേ എനിക്ക് ആളുടെ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി കുറേ പടങ്ങൾ ആൾ ചെയ്തിട്ടുണ്ട്. സീതാരാമം വാസ് ഗുഡ്. ഇതിൽ മ്യൂസിക് ആണെങ്കിലും ഒരു സൂതിങ് മ്യൂസിക്കാണ്. ഓരോ സിറ്റുവേഷൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആൾ. പാട്ടുകൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പാട്ടുകൾ അതിനകത്തില്ല ആക്ച്വലി. പിന്നെ ആക്ഷൻ ക്ലൈമാക്സിൽ ഒരു നല്ല ആക്ഷൻ ഉണ്ട്. അതൊക്കെ ഒറിജിനാലിറ്റി ആണ് നമുക്ക് തോന്നുന്നു. രാംകുമാർ പെരിസാമിയാണ് ആക്ഷൻ ചെയ്തത്. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരും തമ്മിലുള്ളൊരു ആക്ഷൻ ഉണ്ട്. അത് ആക്ഷൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് കുറച്ച് റൂത്ത്ലെസ് ആയിട്ട് തോന്നും. കുറേ ക്വസ്റ്റ്യൻ മാർക്ക് വിട്ടിട്ടാണ് കഥ എൻഡ് ആവുന്നത്. ഇതിന് സെക്കൻഡ് പാർട്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില ഹോളിവുഡ് മൂവീസിലൊക്കെ നമ്മൾ ഇൻസെപ്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും, അത് അവർ ഒറിജിനാലിറ്റി ആണോ അതോ ഡ്രീം വേൾഡ് ആണോ. അതേപോലെ ഈ പടത്തിനകത്ത് ആ ലാസ്റ്റിൽ ക്ലൈമാക്സ് കാണുമ്പോഴത്തേക്ക് നമ്മളെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ലിൻഡ ജീതു ജോസഫ്, അതായത് നമ്മുടെ ജീതു ജോസഫ് സാറിൻ്റെ വൈഫാണ്. ആളാണ് കോസ്റ്റ്യൂംസിൽ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇനിയുള്ള പടങ്ങളിൽ നല്ല സീരിയസ് ആയിട്ടുള്ള പടങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് പടത്തിൻ്റെ പ്ലോട്ട് അനുസരിച്ചും പടത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചുമാണ് അവരുടെ കോസ്റ്റ്യൂംസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അമല പോൾ റെഡ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ റെഡ് ഡ്രസ്സ് ഇട്ടാൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ആളുടെ ക്യാരക്ടർ എന്തായിട്ടാണ് കാണിച്ചേക്കുന്നതും ഉദ്ദേശിച്ചിരിക്കുന്നതും. അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഫൈനൽ സ്റ്റേജിലാണ്. അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ കുറേ മുഷിഞ്ഞ ഡ്രസ്സാണെങ്കിലും ചെക്സ് ആയിരിക്കും നമ്മുടെ ആസിഫ് അലി ഇട്ടേക്കുന്നത്. അപ്പോൾ ആളുടെ ക്യാരക്ടർ നമുക്ക് ചെക്സ് എന്താണ്, അപ്പോൾ ആ ക്യാരക്ടർ എന്താണ് നമുക്കൊന്ന് മനസ്സിലാവും. അതേപോലെ ഷറഫുദ്ദീനെ കാണിച്ചേക്കുന്ന ഡ്രസ്സാണെങ്കിൽ എല്ലാം പ്ലെയിനും ലൈറ്റ് കളേഴ്സ് അങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കുമെന്ന്. 5 നമുക്കൊരു 4 കൊടുക്കാം ഈ പടത്തിന്. അടുത്ത തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത അടിപൊളി റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.